ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 3 വെറൈറ്റി ആയിട്ടുള്ള സ്പോർട്സ് ഡ്രിങ്ക്സ് ആണ്. ഇത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും സ്പോർട്സൊക്കെ കഴിഞ്ഞ് വന്നാലൊക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഓറഞ്ച് സ്പോർട്സ് ഡ്രിങ്കാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഓറഞ്ചാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് പൗഡറാണ് ഈ ആഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഷുഗറിന് പകരം ഗ്ലൂക്കോസ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. 2 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ടതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റും അതേപോലെ നല്ല എനർജി തരുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തായി നമ്മൾ ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്പോർട്സ് ഡ്രിങ്കാണ്. ഇത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കസ്കസ് ആണ് ആഡ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ കസ്കസ്. ഇനി നമ്മൾ തണുത്ത വെള്ളം ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത്ര സിമ്പിളാണെങ്കിലും ഇതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ചെയ്യുന്നത് ലെമൺ സ്പോർട്സ് ഡ്രിങ്ക് ആണ്. ഇത് ഒരു അര നാരങ്ങയുടെ നീരുണ്ട്. അതിലേക്ക് നമ്മളിത് നേരത്തെ പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് വേണ്ട കസ്കസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാം. അപ്പം 3 ഡ്രിങ്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.